നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ വളരെ സാഗൂതം വീക്ഷിക്കുന്നവരാണ്. എവിടെ തിരഞ്ഞെടുപ്പുണ്ടായാലും അതായത് ഇന്ത്യയിൽ എന്നല്ല, ആ ലോകത്തെവിടെയാണെങ്കിലും ആ തിരഞ്ഞെടുപ്പിനെ സാഗൂതം വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ചിലപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ദിശാമാറ്റത്തിനൊക്കെ കാരണമായേക്കാവുന്ന ഒരു ഇലക്ഷൻ ബീഹാറിലെയാണ്. ബീഹാർ നമുക്കറിയാം, ഭീമാരു സ്റ്റേറ്റ്, അതായത് രോഗാതുരമായ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാരു സ്റ്റേറ്റിലെ ആദ്യത്തെ സ്റ്റേറ്റാണ്. ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു സംസ്ഥാനം. അത് കുറേയൊക്കെ ഇപ്പോൾ മുന്നോക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതി 10/10/25 2025 അതിന് പ്രഖ്യാപനം വന്നത്. 17-ാം തീയതി നോമിനേഷൻ കൊടുക്കാം. 20-ാം തീയതി 23-ാം തീയതി പിൻവലിക്കാനുള്ള രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഇലക്ഷൻ ആദ്യത്തെ ഘട്ടം നടക്കുന്നത് നവംബർ 6-ാം തീയതിയാണ്. രണ്ടാം ഘട്ടം നവംബർ 11-നും. ഈ രണ്ട് ഘട്ടങ്ങളായി നടക്കുന്നു. 14-11, അതായത് അത് കഴിഞ്ഞ് 14-ാം തീയതിയാണ്, നവംബർ 14-ാം തീയതി വോട്ട് എണ്ണും. എന്തായിരിക്കും നവംബർ 14-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ, അവിടുത്തെ ബീഹാറിലെ ബാലറ്റ് പൊട്ടിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയാറ്, ബാലറ്റ് പൊട്ടിക്കുമ്പോൾ എന്തായിരിക്കും ബീഹാറിലെ ജനങ്ങൾ നമുക്കായി കരുതി വെച്ചിരിക്കുക, അവരെ ആര് ഭരിക്കണം എന്നായിരിക്കും തീരുമാനിക്കുക. ഇതുവരെ ഞാൻ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വിശകലനവും പ്രിഡിക്ഷനും, അതായത് പ്രവചനവും നടത്തുകയാണ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം, ഡൽഹി തിരഞ്ഞെടുപ്പ് ഏതാണ്ട് സീറ്റുകളടക്കം കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു. അത് സാഗൂതം അതിനെ നിരീക്ഷിച്ചത് കൊണ്ടും വീക്ഷിച്ചത് കൊണ്ടുമാണ് ഒരു രാഷ്ട്രീയം അത്യാവശ്യം പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ സാഗൂതം തന്നെ ഞാൻ അതിനെ പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് ഒരുവിധം കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഒരുവിധം കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞു. അതിന്റെ ആത്മവിശ്വാസത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി ഞാനൊന്ന് പ്രവചിക്കുകയാണ്. അത് 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഒന്ന്, തൊട്ടു മുൻപിലെ തെരഞ്ഞെടുപ്പുകളിലെ ഫലം. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളിലെ, അതായത് 5 വർഷം മുമ്പുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ വർഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടികളുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത് പരിശോധിക്കുന്നത് ആ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. രണ്ടാമത് ഇതിന് കൃത്യമായിട്ടുള്ള പാർട്ടികളുടെ പ്രവർത്തനം, അതായത് ബീഹാറിൽ ഈ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തിയ പാർട്ടികളുടെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം. അത് അവസാനമാണ് പ്രവചനം. എത്ര സീറ്റുകൾ ഓരോ പാർട്ടികൾക്കും ലഭിക്കും, ഒരു മുന്നണികൾക്ക് എത്ര സീറ്റുകൾ ലഭിക്കും, ആരാണ് അധികാരത്തിൽ വരിക എന്നുള്ളത്. എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ഈ മുൻപുള്ള തിരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരുന്നു എന്നൊന്ന് കാണാം. ബീഹാറിൽ 245 സീറ്റുകളാണുള്ളത്. അത് 5 വർഷം മുമ്പ്, ഏതാണ്ട് 2020 ഇലക്ഷനിൽ എന്താണ് അവിടുത്തെ ഫലം എന്തായിരുന്നു നോക്കൂ. JDU BJP ചേർന്ന് NDA കക്ഷികളാണ്. അതിൽ 5 കക്ഷികളാണുള്ളത്. HIM ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച ഉണ്ട്. അതുപോലെ LJD RLD, അങ്ങനെ 5 കക്ഷികളാണുള്ളത്. അവർക്ക് 245-ൽ 138 സീറ്റുകൾ നേടി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് BJP ആണ്. നോക്കൂ, BJPക്ക് 84 സീറ്റ്, NDA മൊത്തത്തിൽ 138 സീറ്റ് നേടി, BJP 84 സീറ്റ് നേടി, JDU 48, HIM 4 സീറ്റും 2 സ്വതന്ത്രരും അടക്കമാണ് NDAയുടെ 138 വന്നിരിക്കുന്നത്. പക്ഷെ മഹാഗഡ്ബന്ധൻ, അതായത് പഴയ UPA, RJDയും INC ഇന്റർനാഷണൽ കോൺഗ്രസ്, CPML, നമുക്കറിയാം കേരളത്തിലേതിന് വിഭിന്നമായി CPICPMനേക്കാളും വലിയ പാർട്ടിയാണ്. ഇത് രണ്ടിനേക്കാളും വലിയ പാർട്ടിയാണ് CPIML. ഈ പാർട്ടികളെല്ലാം കൂടിയുള്ള മഹാഗഡ്ബന്ധൻ എന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും CPMും CPIയും എല്ലാം കൂടി അവിടെ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത് 103 സീറ്റാണ്. വലിയ മോശമല്ലാത്തൊരു പ്രകടനമായിരുന്നു. അതിൽ RJD 71 സീറ്റ് നേടി. വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രകടനമായിരുന്നു അവരുടേത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 17 സീറ്റാണ് നേടിയത്. CPIML 11 സീറ്റ് നേടി. CPIM 2 സീറ്റ് നേടി. CPI 2 സീറ്റ്. AIMM ഒബൈസിയുടെ പാർട്ടി 1 സീറ്റും, ഇൻഡിപെൻഡന്റ് അതായത് സ്വതന്ത്രൻ 1 സീറ്റും അടക്കമാണ് ഈ 103 സീറ്റുകൾ ഇവർക്ക് കിട്ടിയത്. ഇതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അവരുടെ ഓരോ പാർട്ടികളുടെയും പ്രകടനം. സീറ്റ് നില എങ്ങനെയാണെങ്കിൽ, ഇനി വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് BJP 20, അതായത് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലെ ഇനി നമ്മൾ പോകുന്നത് ലോക്സഭ ഇലക്ഷനിലെ തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു എന്നാണ്. ആദ്യം നമുക്ക് പെർസെൻറ്റേജ് നോക്കാം.
വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കാം. പെർസെൻറ്റേജ് ഇപ്രകാരമാണ്: ബി ജെ പി 20%, കോൺഗ്രസ് 9.2%, JDU 18.52%, RJD 22.14%, CPIML 2.99%, LJP NDയുടെ സഖ്യകക്ഷിയായ LJP 6.47%. അതുപോലെ മുന്നണികളുടെ വോട്ടുകൾ കണക്കാക്കുകയാണെങ്കിൽ NDAക്ക് 44.67% വോട്ട്. അത് ഈ 3 പാർട്ടികളുടെ മാത്രം വോട്ട് കൂട്ടിയിട്ടാണ്. 2 പാർട്ടികളുടെ വേറെ കിടക്കുക, ഞാൻ കൂട്ടിയിട്ടില്ല. അതായത് JDU, BJP, LJP ഈ 3 പാർട്ടികളുടെ, രാംവിലാസ് പാസ്വാന്റെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായിട്ടുള്ള LJP ഈ 3 പാർട്ടികൾക്കും കൂടി 44.67% വോട്ടാണ് കിട്ടിയത്. NDA അതായത് മഹാഗഠബന്ധന് 36.5%. അതിൽ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന് 9.2%, RJDക്ക് 22.14%, CPIML 2.9%, CPMനും CPIക്കും കൂടി ഒരു 2.7%-അടുത്ത് വോട്ട്. ഇതെല്ലാം കൂടി 36.5% വോട്ട്. ഇനി എങ്ങനെയാണ് സീറ്റ് നില? ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് നില: JDU 12, BJP 12, LJRP അതായത് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി 5 സീറ്റ്, RJDക്ക് 4 സീറ്റ്, കോൺഗ്രസിന് 3 സീറ്റ്, CPIML 2 സീറ്റ്, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്ക് 1 സീറ്റ്, ഇൻഡിപെൻഡന്റ് സ്വതന്ത്രർക്ക് 1 സീറ്റ്. ഇങ്ങനെയാണ് ലോക്സഭയിലെ കക്ഷി നില. അവിടെയും വലിയ മുന്നേറ്റമാണ് നമ്മുടെ NDA നേടിയിരിക്കുന്നത്. നരേന്ദ്രമോദിയിൽ വിശ്വാസം അവിടെ ബീഹാർ ജനത അർപ്പിച്ചു. വോട്ടിങ്ങിലും സീറ്റിലും വലിയ മുന്നേറ്റം ഈ കഴിഞ്ഞ തൊട്ടടുത്ത ലോക്സഭ, 1 വർഷം മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ NDA മഹാഗഠബന്ധനേക്കാളും നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നോക്കൂ, തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളിലുള്ള ഒരു നിരീക്ഷണമാണ്, ഒരു വിശകലനമാണ്. അതിൽ വളരെയേറെ മുന്നിലാണ് NDA എന്ന് പറയാതെ വയ്യ. BJPയുടെ സംഘടനാ ശേഷി നമുക്കറിയാം. ഇന്ത്യയിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് BJPയെ കവച്ചു വെക്കാൻ ഒരു പാർട്ടിക്കും ഇന്ന് സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലും NDA വളരെ മുന്നിലാണ്. സീറ്റ് ഷെയറിങ്ങിൽ, അതായത് സീറ്റുകളുടെ പങ്കുവെക്കലിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അവർ കൃത്യമായിട്ട് പങ്കുവെക്കൽ, സീറ്റുകളുടെ വിഭജനം, പങ്കുവെക്കൽ, സീറ്റ് ഷെയറിങ് കൃത്യമായിട്ട് നടപ്പിലാക്കി NDA. പക്ഷെ മഹാഗഠബന്ധൻ ഇപ്പോഴും 10 സീറ്റിൽ പരസ്പരം മത്സരിക്കേണ്ട ഗതികേടിലാണ്. പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസും RJDയും പരസ്പരം മത്സരിക്കുന്ന 10ഓളം സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എങ്ങനെയാണ് BJP അല്ലെങ്കിൽ NDA പോലെ ശക്തമായിട്ടൊരു മുന്നണിയെ ഇങ്ങനെ അഭിപ്രായ ഐക്യമില്ലാതെ, ഒത്തൊരുമയില്ലാതെ നേരിടുക എന്നുള്ളതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് നമ്മൾ വോട്ട് ചോരി എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പുകൾ നേരിടുന്നതിൽ അമ്പേ പരാജയമാണ്. ജനങ്ങൾ മിടുക്കർക്കാണ് വോട്ട് നൽകുക. ഇവിടെ മിടുക്ക് കാണിക്കുന്നത് NDA തന്നെയാണ്. മുന്നൊരുക്കങ്ങൾ വളരെ വലിയ മുന്നൊരുക്കമാണ്. നോക്കൂ, അതിനപ്പുറം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ, ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണൂ. നോക്കൂ, ഇതിൽ പരം നാണം കെട്ട ഒരു കാര്യമുണ്ടോ? 2.5 കോടി രൂപയ്ക്ക് സീറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞ സീറ്റ് മറ്റൊരാൾക്ക് മറിച്ച് നൽകിയെന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, മുൻ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് മുമ്പിൽ നിന്ന് റോഡിൽ ഉരുണ്ട് കരയുകയാണ്. ഇതിനും വലിയ നാണക്കേട് ആ മുന്നണിക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന രീതിയിലാണ് ഈ മനുഷ്യൻ. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. എങ്ങനെയാണ് ഈ മുന്നൊരുക്കങ്ങളിൽ, തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ എല്ലാ അർത്ഥത്തിലും പിറകിലാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകൾ, ഈ തൊട്ടു മുൻപ് 1 വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും വലിയ മുന്നേറ്റം NDA ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഈ
ഒരു കാര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ NDA ബഹുദൂരം മുന്നിലാണ്. വോട്ട് ചോരി എന്നുള്ള ഒരു പദയാത്ര ഒരു വലിയൊരു വിഷയം ഉന്നയിച്ചിരുന്നു. അതുപോലെ ഒരു പദയാത്രയൊക്കെ നടത്തിയിരുന്നെങ്കിലും അത് ഗ്രാമീണ ജനതയെ എത്രത്തോളം സ്പർശിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയോളം സ്വാധീന ശക്തി ഇന്ത്യൻ ജനതയിൽ ഇല്ല എന്നുള്ളത് തർക്കമറ്റ ഒരു വിഷയമാണ്. ഈ കേരളത്തിലെ ആളുകളും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവരുടെ സ്വപ്നങ്ങൾക്കും ആശകൾക്കും അനുസരിച്ച് വാർത്തകൾ കെട്ടി ചമയ്ക്കുന്നത് പോലെയല്ല, യാഥാർത്ഥ്യം മറിച്ചാണ്. അവിടെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി ഐക്യത്തോടുകൂടി NDA മുന്നോട്ട് പോകുമ്പോൾ തമ്മിൽ തല്ലിയും പരസ്പരം മത്സരിച്ചും യാദവ കുലത്തിന്റെ സ്വഭാവം കാണിക്കുകയാണ് മഹാഗഠബന്ധൻ. അടുത്തത് ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്നും ഓരോ പാർട്ടികളും, അതായത് പ്രധാനപ്പെട്ട പാർട്ടികൾ BJP, JDU, RJD, കോൺഗ്രസ് ഇവ എത്ര സീറ്റ് നേടും എന്നും നമുക്ക് പരിശോധിക്കാം. ഒരു തർക്കത്തിനും ഇടവേണ്ട. കാരണം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം ഈ തിരഞ്ഞെടുപ്പ് NDA കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. മുന്നൊരുക്കങ്ങളും എല്ലാ അർത്ഥത്തിലും ഒരു പടി മുന്നിലായതുകൊണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് 138 സീറ്റ് നേടിയിരുന്നെങ്കിൽ JDUവിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. പക്ഷെ JDU താരതമ്യേന ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇമേജ്, അതായത് അവരുടെ പ്രതിഷ്ഠ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. BJP നല്ല പെർഫോമൻസ് ആയിരിക്കും. 101 സീറ്റുകൾ മത്സരിക്കുന്നെങ്കിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അവർ പരാജയപ്പെടാൻ സാധ്യത. 160 സീറ്റോടുകൂടി NDA ബീഹാറിൽ അധികാരത്തിൽ വരും എന്നാണ് വ്യൂ പോയിന്റ് മീഡിയ പ്രവചിക്കുന്നത്. അതിൽ BJP 91 സീറ്റുകളും JDU 53 സീറ്റും LJP 11 സീറ്റും RLM 3 സീറ്റും HAM 2 സീറ്റുമാണ് വ്യൂ പോയിന്റ് മീഡിയയുടെ പ്രവചനം. അതുപോലെ തന്നെ 85 സീറ്റാണ് മഹാഗഠബന്ധന്, RJD 69 സീറ്റ്, കോൺഗ്രസ് INC 12 സീറ്റ്, അതുപോലെ തന്നെ CPI-ML 4 സീറ്റ്. ഇത് മറ്റ് CPI CPM പാർട്ടികൾക്ക് അവിടെ സീറ്റ് കിട്ടാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ പ്രവചനത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പ്രവചനം കൂടി കാണുക. അതായത് ABP ന്യൂസിന്റെ പ്രവചനം നിങ്ങളൊന്ന് കാണുക. विधानसभा चुनाव से पहले एक बड़ी खबर आ रही है। ओपिनियन पोल में जनता ने बताया बिहार के मन में आखिरकार क्या है। बड़ी जानकारी इस वक्त की। बिहार में किसी बड़े उलटफेर की उम्मीद नहीं जताई जा रही है। NDA की वापसी का पूर्ण अनुमान लगाया जा रहा है। NDA को 159 सीटें मिलने का अनुमान यहां लगाया जा रहा है। बड़ी जानकारी इस वक्त की। ओपिनियन पोल में विकास और सुशासन पर जनता ने मोहर लगा दी है। महागठबंधन को 72 सीटें मिलने का अनुमान लगाया गया है और अन्य के खाते में सिर्फ 12 सीटें जा सकती है। बड़ी खबर है बिहार चुनाव से जुड़ी इस वक्त की बड़ी अपडेट। തിരഞ്ഞെടുപ്പ് അത്യാവശ്യം നന്നായി വീക്ഷിക്കുന്നവർക്ക്, നിഷ്പക്ഷമായി വീക്ഷിക്കുന്നവർക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താൻ കഴിയും. പക്ഷെ തെറ്റുകൾ എന്നത് മനുഷ്യ സഹജമാണ്. എൻ്റെ ഒരു മുൻ അനുഭവം വെച്ച് തിരഞ്ഞെടുപ്പുകളെ പ്രവചിക്കുന്നതിൽ നിന്ന് എനിക്ക് ഇതുവരെ തെറ്റ് പറ്റിയിട്ടില്ല. ഇതിലും കൃത്യമായിരിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഇതിലുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, എനിക്ക് പിന്തുണ തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.